വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കായിക സംഘാടകരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണത്തിന് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കളിക്കാരുടെ മാർച്ച് പാസ്റ്റും നടന്നു. തുടർന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി എം.ആർ. ദിനേശ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് എം. മധു, ജില്ലാ പ്രസിഡന്റ് എം. രവി എന്നിവർ അസോസിയേഷൻ പതാകകൾ ഉയർത്തി. ചാമ്പ്യൻഷിപ്പ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം. മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് സ്പോർട്സ് പരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാഷണൽ ടീമിന് വേണ്ടിയിട്ടും നാഷണലിന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ വാർത്തെടുത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള എല്ലാ സജ്ജമായ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. കൂടുതൽ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും മനസ്സിലാവില്ലാന്ന് തോന്നുന്നു. എല്ലാവരും പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ आप लोग सब मलयालम जानता है क्या? नहीं ना? आप लोगों को लिए बहुत अच्छा प्लेटफॉर्म मिला है इधर. आप लोग अच्छा से खेलो, अच्छा से खेल के आप इंडिया के लिए खेलने के लिए कोशिश करो. आप लोग के लिए सबके लिए ऑल द बेस्ट बोल रहा हूँ. आप लोग अच्छा खेल के जीत के वापस जाने हैं. സംഘാടക സമിതി ചെയർമാൻ വി കെ ഭാവ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ട്രഷറർ എച്ച്.എസ്. ശ്രീകാന്ത്, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ.വി. ബിജു, സംഘാടക സമിതി ജനറൽ കൺവീനർ കെ.വി. ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം. മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം.ടി.പി. ഷാഹിന, കെ.കെ. രാജേന്ദ്രൻ, വി.പി.പി. മുസ്തഫ, എം. മധു, എം. രവി, സി.വി. വിജയരാജ്, എം. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം 4 മണിക്ക് ക്രിസ്തുമസ് ആഘോഷവും ബ്രോഷർ പ്രകാശനവും നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോളർ എം. സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ഉറുമിസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.